ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നിൻ്റെ കർത്താവിൻ്റെ പാദപിടം ചാർന്ന് കടന്നു വരുവാൻ അടിയനെ സഹായിച്ച ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ, സന്തോഷം, സമാധാനം, ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലമെല്ലാം അവിടുത്തെ പക്കല ദാനമായി തന്നു വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്ന മക്കളുണ്ടപ്പാ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന അപ്പൻ്റെ പാദപിടത്തിലാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുത അതിശയമായി നടത്തിയതാ. വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ആ ബലമുള്ള കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ സമയം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ഭവനം, ഞങ്ങൾ പാർക്കുന്ന ദേശം, ഹല്ലേലൂയ, ഞങ്ങളുടെ ഉപജീവന മാർഗമെല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നുവരെ ഞങ്ങളെ നടത്തിയ ദൈവം വീണ്ടും നടത്തുവാൻ സർവ്വസമ്പന്നനാകിയാൽ അപ്പൻ്റെ കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, സമാധാനത്തിൽ സൂക്ഷിച്ചോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്നവർ, OET IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവേ, പ്രൊമറ്റി പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ പ്രയത്നിക്കുന്നവർ, അപ്പാ ഹല്ലേലൂയ കർത്താവേ, ഫോറിൻ മെഡിക്കൽ ടെസ്റ്റിനൊക്കെയും ഹല്ലേലൂയ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ചും 12-ാം തീയതി നടക്കുന്ന എക്സാമിനായി, 26-ാം തീയതി നടക്കുന്ന എക്സാമിനായി, 28-ാം തീയതി നടക്കുന്ന എക്സാമിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച കുഞ്ഞുങ്ങളെ പേരുപേരായി ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന അപ്പൻ അവിടുന്നാണല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ, ഓർമ്മശക്തി കൊടുക്കണേ കർത്താവേ. അവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ട് അതിൻ്റെ ആൻസർ തയ്യാറാക്കി വയ്ക്കുവാനും തക്ക സമയത്ത് അത് ഹല്ലേലൂയ കർത്താവേ അവരുടെ ആൻസർ പേപ്പറിൽ എഴുതുവാനും എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണം. വലിയ ജയം പ്രാപിപ്പാൻ എൻ്റെ ദൈവം ഒരുക്കുന്നതോർത്ത് നന്ദി പറയുന്നു. അങ്ങ് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവമാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുത ജയം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലുമെല്ലാം കൂടെയിരിക്കണം. ആപത്തിനെല്ലാം വെടിവയ്ക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ കുഞ്ഞുങ്ങളെ ഉണ്ടപ്പാ, അവരെയും പേരുപേരായി സമർപ്പിക്കുക കർത്താവേ. നീ ഉള്ളതുപോലെ കുഞ്ഞുങ്ങളെ അറിയുന്നല്ലോ, അവരുടെ പേരറിയുന്നല്ലോ കർത്താവേ, അവരുടെ ഭാവി പരിപാടി അറിയുന്നല്ലോ കർത്താവേ, അവരുടെ ശാരീരികവും മാനസികമായ അവസ്ഥകളെ അറിയാവുന്ന ദൈവം അവിടുന്നാണല്ലോ. മനസ്സലിയണം, കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണം, അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
ദൈവമേ, ജോലി ചെയ്യാൻ അലസതയുള്ള കുഞ്ഞുങ്ങളുണ്ട്, മടിയുള്ള കുഞ്ഞുങ്ങളുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവരെ ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിച്ചുകൊള്ളണമേ. വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണമേ. സമാധാനമായി ജോലി കാര്യങ്ങളെ ചെതിർപ്പാൻ കൃപ കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരേണ്ടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗം മാനിക്കണമേ അപ്പാ. വഴിവാതിൽ തുറക്കണമേ. കർത്താവിനെ അറിയാൻ ഇടയാക്കണമേ. ജോഷുവയുടെ കുടുംബം പോലെ ആയിത്തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തോടടുത്ത് ജോലി ചെയ്യേണ്ട ജീവിതമുണ്ട് കർത്താവെ. വാർദ്ധക്യം നരമുള്ള കാലത്തും തള്ളിക്കളയാത്ത ദൈവമേ, ബലം ക്ഷയിക്കുമ്പം കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ അപ്പാ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോകാനും വരുവാനുള്ള സൗകര്യസ്ഥാനത്ത് തൻ്റെ മകന് ജോലി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതൽ കൊടുത്ത് മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, സ്തോത്രം. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ വേദനിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി ജീവിപ്പാൻ്റെ ദൈവം ഇടയാക്കണമേ. ഛിന്ന ഭിന്നമായി പോകാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ട്. കൂട്ടുകാർക്ക് അടിമപ്പെട്ട് മദ്യം കഴിച്ച് ഹല്ലേലൂയ കർത്താവെ, ഭാവി പോലും നഷ്ടപ്പെടുത്തി കളയുന്ന കുഞ്ഞുങ്ങളുണ്ട്. പഠനം പൂർത്തീകരിക്കാത്ത മക്കളുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുണ്ട്. ഭോഗപ്രിയരായിട്ട് നടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം തൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും കൊടുക്കുമാറാകണം. മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തുമാറാകണം. എൻ്റെ ദൈവം അവരെ സഹായിക്കണം, വിട്ടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. എല്ലാ മക്കളെയും പേര് പേരായി സമർപ്പിക്കുന്നു കർത്താവേ. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാണ്. എൻ്റെ കർത്താവേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മയും അനുഗ്രഹം ഓരോ മക്കൾക്കും ഒരുക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രയിൽ കർത്താവ് കൂടെയിരിക്കണം. സുരക്ഷിതമായി ചെന്ന് ചേരുവാൻ ഇടയാക്കുമാറാകണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ. കഷ്ടത്തിലും ഭാരത്തിലും രോഗത്തിലും കഴിഞ്ഞു പോകുന്നവരുണ്ട്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി സ്വർഗം പണിയുക. ഹല്ലേലൂയ കർത്താവേ, സ്വർഗമേ ഭവനം പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭവനം പണിതുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമൊരുക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. സമയം ഹല്ലേലൂയ. വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളുണ്ട് കർത്താവേ. തക്ക തുണി ഒരുക്കണം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ടപ്പാ. തക്ക തുണി ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. ദൈവം അതിനായി കരുതിക്കൊള്ളുമാറാകണം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവേ, വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് മനസ്സലിയുമാറാകണം, കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ ഹല്ലേലൂയ കർത്താവേ, നിൻ്റെ അനുഗ്രഹം പകരണമേ. മാനസാന്തരം നൽകണമേ. പാപബോധം നൽകണമേ. ഉണർവിൻ്റെ കാറ്റിനെ അയക്കണമേ. അടിയങ്ങളുടെ രാജ്യങ്ങളെ ദേശത്തെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ, യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന ആശുപത്രി മുറികളിൽ അയ്യം വിളിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന ജീവിതമുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ട്. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ കടന്നുപോയി വിശ്രമിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവരെയും ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെയും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവരെ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ശരീരമാസകലം ക്ഷീണവും അതിവേദനയുമുള്ളവർ, ആമേൻ, ചുട്ടുപുകയുന്ന ഹല്ലേലൂയ പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, നീർക്കെട്ടിനാൽ അതിവേദനയാൽ ഭാരമുള്ളവർ, തലയ്ക്കകത്ത്
അജ്ഞാത വേദനയാൽ ഭാരമുള്ളവർ, വയറ്റിൽ മുഴയുള്ളവർ, ഫിക്സ് രോഗം വരുന്നവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ഉറക്കമില്ലാത്തവർ, തലമുടി കൊഴിയുന്ന ജീവിതങ്ങൾ, ആമേൻ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, തൊക്കെ സംബന്ധമായ രോഗമുള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ഹാലിൽ എല്ലാവരെയും ഏൽപ്പിക്കുന്ന കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ആമേൻ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ എല്ലാം അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഓരോ മക്കൾക്കും വിടുതലും ആശ്വാസം എൻ്റെ അപ്പനാ, മരുന്നും വൈദ്യനും എൻ്റെ അപ്പച്ചനാ, മനസ്സറിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല. യേശുവേ, ദാവീദ് പുത്രാ, ഞങ്ങളെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉച്ച മുതൽ പാദം വരെ തൊടണം, കാൽവറി മുദ്രയിടണം. ദുഷ്ടപിശാച് കാണരുത്. അന്ധകാരത്തിനെ ഒന്നും കടന്നു വരാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എൻ്റെ പൊന്നപ്പച്ചൻ കാത്തുകൊള്ളുമാറാകണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹം തന്ന് ഞങ്ങളെ നടത്തണം. അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.